പണ്ട് എൻ്റെ ജീവിതം ഞാൻ ഇടവിലിരിക്കുമ്പോൾ ഒരു രസകരമായ സംഭവം ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള സംഭവം. ഭയങ്കര രസകരമായാണ് ഈ എളിമ എന്താണെന്നും ഈ കൃപ ചില കുഞ്ഞനുഭവങ്ങൾ. നോക്കും ചെറിയ വലിയ അനുഭവം നിങ്ങളെ സംബന്ധിച്ചിടപ്പോൾ ഞാൻ പറയുമ്പോൾ വലിയ അനുഭവമൊന്നും ആയിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ച് വലിയ അനുഭവം. സംഭവം ഇതാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ ഇടവപ്പള്ളിയിരിക്കുമ്പോൾ വൈകുന്നേരം ഒരു 5 മണി 5:30 ആയപ്പോഴേ ഒരു ഫാമിലി ഞങ്ങളുടെ നാട്ടിലുള്ള, ഞാൻ അണക്കരയ്ക്ക് തൊട്ടടുത്ത പുറ്റടി എന്ന് പറയുന്നൊരു ഇടവപ്പള്ളിയുണ്ട്, അവിടുത്തെ വികാരിയായിരുന്നു 4 വർഷം. അപ്പം അവിടെ ഇരിക്കുന്ന സമയത്തുണ്ടായൊരു സംഭവം. ഒരു അക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ എൻ്റെ അടുത്ത് വന്നേ, ഒരു ജീപ്പിനെ വന്നിട്ട് എൻ്റെ പള്ളിമുറ്റത്തുനിന്ന് വണ്ടി നിർത്തി 2 പേര്, അപ്പനും ഒരു മകനും ഒരു മകളുടെ സഹോദരൻ, 2 സഹോദരങ്ങൾ ഒരുമിച്ച് എൻ്റെ അടുത്ത് കയറി വന്നു. എന്നിട്ട് അതിലെ പ്രായമുള്ള ആളിനോട് പറഞ്ഞ, ഞങ്ങളുടെ മോന് ഉച്ച കഴിഞ്ഞ് അവനെ കാണാതെ പോയി, ക്ലാസ്സിൽ വെച്ച് സ്കൂളിൽ നിന്ന് അവനെ ഒളിച്ചു പോയിട്ട് ഞങ്ങൾ ഇവനെ അന്വേഷിച്ചു, ഒരുപാട് സ്ഥലങ്ങൾ അറിയാവുന്നതെല്ലാം അന്വേഷിച്ചിട്ടൊന്നും ഇവനെ കണ്ടുകിട്ടിയിട്ടില്ല. എന്താ പറ്റിയെന്ന് അറിഞ്ഞില്ല. അന്ന് ഉച്ച സമയത്ത് ഞങ്ങൾ പോയതാണ്. ഇവിടെ പറ്റും ഒത്തിരി അന്വേഷിച്ചു, കിട്ടിയില്ല. അപ്പം ഞാൻ ഇതെല്ലാം കേട്ടപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം പ്രശ്നം. അപ്പം പറഞ്ഞു, അത് പറയാനല്ല വന്നത്, പിന്നെ എന്ത് പറയാനാണ് വന്നത്? പിന്നെന്താ? അല്ല, അവൻ എപ്പോഴാണ് തിരിച്ചു വരുന്നത് അച്ഛനൊന്ന് പറയാവോ? പ്രൈസ്ലോഷ് കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, അവൻ വരും, പേടിക്കുന്നുണ്ട്, അവൻ വന്നോളൂ. അല്ല, അച്ഛൻ പറയാം എപ്പോഴാണ് വരുമെന്ന് പറയും. ഞാൻ വരും എന്നല്ല പറഞ്ഞു, വരും, എനിക്ക് എന്താ വിഷയം വരാൻ പറഞ്ഞു. പ്രൈസ്ലോഷ് അവൻ വന്നോളും, കുഴപ്പമൊന്നുമില്ല. സാർ കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ മനുഷ്യനിങ്ങനെ പറയാം, അച്ഛൻ പറ എപ്പോഴാ വരും, പറ. എൻ്റെ പ്രൈസ്ലോഷ് ഇത് പറഞ്ഞു കേട്ട ഇവനെ പിടിച്ച് നമ്മളെന്തോ മാറ്റി വെച്ചിരിക്കുന്നു നോക്കും. പ്രൈസ്ലോഷ് അതുപോലെ സംസാരിക്കും, ചിരി വരും നമുക്ക്. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പെട്ടെന്ന് ആത്മാവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞേ, നീ പറഞ്ഞു, ഈ ഒരു സമയം പറ, വിശ്വാസമുള്ളവൻ്റെ നേരെ നോക്കി ഒരു ദൈവത്തിൻ്റെ വചനം ഈശോനാമത്തെ പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്തിരിക്കും. വിശ്വാസമുള്ളവന്റെ നേരെ നോക്കി ഒരു വചനം ദൈവനാമത്തെ ഈശോനാമത്തെ പറഞ്ഞാൽ അത് സംഭവിക്കും. അബ്രാഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവദൂതന്മാർ അവിടെ ചെന്നിട്ട് മനുഷ്യബുദ്ധിയിൽ ഒരിക്കലും ഉൾക്കൊള്ളുകയില്ലാത്തൊരു കാര്യം പറയുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിശ്വാസം. ശബ്ദമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. സംഭവിച്ചത് ഉടനെ ഞാൻ ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, നീ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞേ, പൊക്കെ പേടിക്കൊന്നും വേണ്ട. അപ്പം എനിക്കിത് ഈ സമയത്ത് വണ്ടിക്കകത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, കരയുന്നുണ്ടോ, അങ്ങോട്ട് കരയുന്നുണ്ട്. അപ്പം ഞാൻ മനുഷ്യനെ പെട്ടെന്ന് പറഞ്ഞു, പൊക്കെ പേടിക്കണം, ഞാൻ പ്രാർത്ഥിച്ചോളാം. നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പ് അവൻ തിരിച്ച് വന്നിരിക്കും. പ്രൈസലോ. ഞാനങ്ങ് പറയാ, പറഞ്ഞ പാടെ ഈ മനുഷ്യൻ പറയാ, ഒത്തിരി നന്ദി അച്ചോ. പ്രൈസലോ. കരച്ചിൽ നിന്നു. 2 പേരും സന്തോഷമായി. 2 പേരും കൂടെ ഇറങ്ങിപ്പോയിട്ട് ഭാര്യ എടി കരയൊന്നും വേണ്ട, അച്ഛൻ പറഞ്ഞു നാളെ 5 മണിക്ക് മുമ്പ് അവന് കുഴപ്പമൊന്നുമില്ല. പ്രൈസലോ. പ്രശ്നം പെട്ടെന്ന് തീർന്നു. അവരുടെ പ്രശ്നം തീർന്നു, നമ്മുടെ പ്രശ്നം ആരംഭിച്ചു. പ്രൈസലോ. ശ്രീമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. അപ്പൊ ഇവര് തിരിച്ചിങ്ങനെ എൻ്റെ പള്ളിമുറ്റത്ത് നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ദൈവം, ഞാൻ നോക്കിയത് എന്തൊരു വിശ്വാസം, ഇത് എന്തൊരു വിശ്വാസം. ഇനി നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അച്ഛൻ പറഞ്ഞു. എല്ലാ പ്രശ്നവും ഒറ്റ അകത്തീരുകയാണ്. ആ ഫെയ്ത്ത് സാധാരണ ക്രിസ്ത്യാനിയല്ല കേട്ടോ. യേശുവേ സ്തുതിക്കുന്നു ക്രിസ്ത്യാനിയല്ലത്. രസമെന്ന് വെച്ചാൽ പിറ്റേ ദിവസം വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞപ്പോണ്ട് 4-5 ജീപ്പ് നിറച്ച് ആൾക്കാർ ഭയങ്കര ബഹളം വെച്ചുകൊണ്ട് എൻ്റെ പള്ളി മുറ്റത്തോട്ട്. പ്രൈസലോഷ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ജനലിൽ കൂടെ നോക്കി. പ്രൈസലോഷ്. നോക്കുമ്പോൾ തലേ ദിവസം കൊണ്ട് ജീപ്പ് തന്നെയാണ്. പ്രൈസലോഷ്. എൻ്റെ ദൈവം വല്ല പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വരുന്നത്. കർത്താവെ ഏറ്റെടുക്കണേ. ഇവരും വേണ്ട. ഞാൻ നോക്കുമ്പോൾ ഈ വണ്ടിമുറ്റ പോലെ എല്ലാം ഭയങ്കര ബഹളം വെച്ചവർ വന്നിരിക്കുന്നത്. പള്ളിമുറ്റത്തൊരു വണ്ടി വന്ന് നിർത്തി. ഞാൻ നോക്കുമ്പോൾ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഈ തലേ ദിവസം ഞാൻ കണ്ട മനുഷ്യൻ പുറത്തോട്ടിറങ്ങി. പുള്ളിയുടെ അടുത്ത് തന്നെ ഇവനിരിപ്പുണ്ട്. അവനെ പൊക്കി എടുത്തിങ്ങനെ കൊണ്ടുവന്നു. എടുത്തിട്ട് നേരെ എൻ്റെ മുറിലോട്ട് കയറും. അച്ഛോ പറഞ്ഞ സമയത്ത് തന്നെ അവനെ കെട്ടിക്കിട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞേ, അച്ഛനൊന്ന് തലയൊക്കെ വെച്ച് കാര്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കും, ഇനി അവൻ പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ഇതും പറഞ്ഞിട്ട് ഇവർ തിരിച്ചിങ്ങനെ നടന്നു പോയി. പിന്നെ അതുപോലെ തന്നെ ബഹളം വെച്ച് എല്ലാവരും കൂടെ കാറിക്കോയി പോവാണ്.
സാധാരണ മനുഷ്യർ, വെറും പൂർ പീപ്പിൾ. ശരിക്കും ഞാൻ തിരിഞ്ഞു, ഒരു സത്യത്തിൽ ഞാൻ എത്ര ദൈവജനത്തോട് വർഷങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നു. കർത്താവിൻ്റെ ജീവൻ്റെ വചനം കൊടുക്കും. എത്ര പേര് ഇതുപോലെ ദൈവവചനത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നുണ്ട്? ഒരു ശൈശവത്വം ഉണ്ടല്ലേ, ശരിക്കും ഉണ്ടല്ലോ. വിശ്വാസത്തിനകത്തൊരു ശിശുത്വമുണ്ട്. ആണ് ഈശോ പറയുന്നത്, നിങ്ങൾ ആരെ പോലെ ആകണം, പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. ശിശുക്കളുടെ സ്വഭാവം എന്താ? കണ്ണുപൂട്ടി, ചോദ്യങ്ങളൊന്നുമില്ല.